ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ വഴിയിലേക്ക് 2 പശുക്കിടാങ്ങൾ വന്നത്. അപ്പം ഞങ്ങളുടെ ഈ പരിസരത്ത് പശുവുള്ള വീടൊന്നും ഇല്ലെങ്കിലും കോളനിയിൽ നിന്ന് വരുന്ന പശുക്കളാണ് കേട്ടോ. അവരിങ്ങനെ അഴിച്ചിട്ടേക്കും. അപ്പം ഇങ്ങനെ ഇടയ്ക്ക് കയറി വരും. അപ്പോൾ ജൂഡ്സൺ ഇങ്ങനെ വെറുതെ കൈ നീട്ടിയപ്പോഴേക്കും ജൂഡ്സൺ എന്തോ തിന്നാൻ കൊടുക്കണേണെന്നുള്ള രീതിയിൽ ജൂഡ്സൻ്റെ കയ്യിലേക്ക് വരണേനെ. അപ്പോൾ ജൂഡ്സൺ അത് കളിയാക്കണിട്ടാണ് ഞാനിരുന്ന് ചിരിക്കണത് കേട്ടോ. ഈ യോണ്ടാനാണെങ്കിൽ പേടിച്ചിരിക്കണേണ്. യോണ്ടാൻ അടുത്തോട്ട് ചെല്ലണമെന്നുണ്ട്. എന്നാൽ അതെന്തെങ്കിലും ചെയ്യുമോയെന്ന് ഓർത്തിട്ടാറ്റെന്ന് തോന്നണം അവിടെ പതുങ്ങിയിരിക്കണത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ആശാൻ പതുങ്ങി 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 പോയിട്ടാ. 2 എണ്ണം ഉണ്ടായിരുന്നു. ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് 2 എണ്ണത്തിനെ കാണണം കേട്ടോ. ആ ബൈക്കിൻ്റെ അടുത്ത് പോയി അങ്ങനെ പതുങ്ങിയിരുന്ന് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ അടുത്തോട്ട് പോയി അതിനെ തൊടാൻ നോക്കി അങ്ങനെയൊക്കെ ഇങ്ങനെ. അപ്പോൾ പശുക്കിടാങ്ങൾ തിരിഞ്ഞപ്പോഴേക്കും യോണ്ടാൻ പേടിച്ച് ഓടി പിന്നെയും വന്ന് ബൈക്കിൻ്റെ അടിയിൽ കിടന്നിട്ടാ. ഞാൻ പക്ഷേ ഇവർ ഉദ്ദേശിക്കണതിനൊന്നും അല്ലട്ടാ നിൽക്കണത്. പശുക്കിടാങ്ങളെ കാണാൻ വേണ്ടി മാത്രമല്ല ഞാൻ നിൽക്കണത്. എൻ്റെ ലക്ഷ്യം വേറൊന്നായിരുന്നു. പക്ഷേ അത് മനസ്സിലാക്കിയിട്ടാണോ എന്തോ പശുക്കിടാങ്ങൾ രണ്ടും ഒരു മൈൻഡും ഇല്ലായിരുന്നു. ഇച്ചിരി ചാണകം കിട്ടിയിരുന്നെങ്കിൽ ഓർത്തിട്ടാണ് ഞാനിരിക്കണത് കേട്ടാ. അപ്പോൾ പൊന്നു എന്നെ കളിയാക്കണേ ഈ മമ്മേനെ കൊണ്ട് തോറ്റെന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ പറഞ്ഞു ഒരു 50 രൂപ കൊടുക്കാണ്ട് ഒരു അരച്ചാക്ക് ചാണകം കിട്ടൂല. അപ്പോൾ പച്ചച്ചാണകം കിട്ടണമെങ്കിൽ നല്ലതാണല്ലോ. ഞാനിങ്ങനെ കാത്തിരിക്കണേണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ദേ ഒരാൾ പോയി പുറകിൽ പോയിരിക്കണം. ഒരു കണക്കിനാണ് യോണ്ടാൻ അവിടെ നിന്ന് ഓടിച്ചു വിട്ടത്. പശു എങ്ങാനും കാലുമടക്കി ഒരെണ്ണം കൊടുത്താൽ യോണ്ടാൻ്റെ പണി അതോടുകൂടി തീരും.